പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഒരാഴ്ച പിന്നിടുന്ന സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവം നമുക്ക് ഈ ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുവാനും ഒരുമിച്ച് നോമ്പ് തുറക്കുവാനുമൊക്കെയുള്ള അവസരം കൈവന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർ സഹോദരന്മാരാണ്. ലോകത്തിൻ്റെ ഏത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നാലും ഏത് കോണിലുള്ളവരായിരുന്നാലും വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങളില്ലാതെ ഒരേ വിശ്വാസം വെച്ച് പുലർത്തുകയും ഒരേ രക്ഷിതാവിനെ ആരാധിക്കുകയും ഒരുവനെ മാത്രം പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് സഹോദരന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള സാഹോദര്യത്തെ ഒന്നുകൂടി വിളക്കിച്ചേർക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മം വളരെ ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില പിഴവുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ അഭിമുഖീകരിച്ച് അള്ളാഹു ഒരുക്കി വച്ച ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വിധിക്കപ്പെട്ടു എന്ന് കരുതുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. നമുക്കറിയാം, നമ്മൾ നോമ്പനുഷ്ഠിച്ചത്, നാം രാത്രികാലങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, നാം ദാനധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒട്ടനവധി സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് ഈ അമലുകളെല്ലാം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുണ്ടാവണമെന്ന ചിന്തയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യപൂർവം നാം മനസ്സിലാക്കേണ്ടത് ഈ കർമ്മങ്ങൾക്ക് അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചുവല്ലോ. അതായത് ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി മൻ സ്വാമ റമദാന നോമ്പനുഷ്ഠിക്കുകയും അത് ഈമാനോടുകൂടി അതോടൊപ്പം തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഇവിടെ ഇഹ്തിസാബ് എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുക എന്നത് നമുക്ക് വളരെ അനിവാര്യമാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ നാം ഒരു കർമ്മവും അനുഷ്ഠിക്കാൻ പാടില്ല. കാരണം ഓരോ കർമ്മങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാ കർമ്മങ്ങളും ഉദ്ദേശത്തിനനുസൃതമാകുന്നു. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ് അയാൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. അതുകൊണ്ട് പ്രതിഫലം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ പള്ളിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഇഫ്താറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കുക, നെഞ്ചത്ത് കൈവക്കുക, ആലോചിക്കുക. ഞാൻ എൻ്റെ കർമ്മങ്ങൾക്ക്
അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രതിഫലം അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തുന്നത്. അതല്ല, മുസ്ലിങ്ങളെല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നു, ഞാനും അതിന്റെ കൂട്ടത്തിൽ കൂടുന്നു എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ നോമ്പിന് അവിടെ പ്രതിഫലമില്ല. മാത്രവുമല്ല, നോമ്പ് കാലത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഒരാശയമുണ്ടല്ലോ. ആരെങ്കിലും നോമ്പ് നോറ്റുകൊണ്ട് അവിടെ ഏതെങ്കിലും നിലക്കുള്ള തോന്നിവാസങ്ങളും കളവുകളും പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞത് നാം മനസ്സിലാക്കുക. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പെന്ന് പറയുന്നത്, മറിച്ച് അന്നപാനീയങ്ങൾ അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞുവെങ്കിൽ അതിൽ അനുസരണ പ്രകടിപ്പിച്ചുകൊണ്ട്, അതിൽ കൃത്യമായ അനുസരണ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി അത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. ഇതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു നോമ്പാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. പകലന്തിയോളം കിടന്നുറങ്ങി വൈകുന്നേരം ഇഫ്താറിന്റെ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് വീണ്ടും അനാവശ്യങ്ങളിൽ മുഴുകിക്കളയുന്ന ഒരുപാട് നോമ്പുകാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് കുറെ നേരം പട്ടിണി കിടന്നു എന്നല്ലാതെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു പ്രതിഫലവും അവർക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ നാം മനസ്സിലാക്കുക, നമ്മൾ എത്ര വിശ്വാസമുള്ളവരായിരുന്നുവാലും, എത്ര തന്നെ ആത്മാർത്ഥതയുള്ളവരായിരുന്നുവാലും, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസമുണ്ടായിരുന്നാലും നമ്മുടെ കർമ്മങ്ങൾ ഒരു സന്ദർഭത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അതെപ്രകാരമാണ്? വിശ്വാസത്തിൽ വീഴ്ച വന്നാൽ, വിശ്വാസം എന്ന് പറയുന്നത് ഈ കർമ്മം ഞാൻ നിർവഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആ കൽപ്പന പ്രകാരം ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ പ്രവർത്തനങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവല്ലാത്തവരെ വിളിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അതായത് നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്കും ഒരുപോലെ അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചാൽ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചാൽ, അങ്ങനെ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദാത്തുകൾ അല്ലാഹുവല്ലാത്തവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ നിഷ്ഫലമായി കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും നീ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് ആരാകുന്നു? ഈ ലോകത്തെ സൃഷ്ടിച്ച തമ്പുരാനായ, നമുക്ക് എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നിട്ടുള്ള, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് സ്വർഗം ഒരുക്കി തന്നിട്ടുള്ള, ഭയാനകമായ നരകത്തെ ഒരുക്കി തന്നിട്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, ഇതാ ശിർക്കെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. പട്ടിണി കിടന്നവർ, ആ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പട്ടിണി കിടന്ന ആളുകൾ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടുന്നതിന് പകരം അള്ളാഹുവിന്റെ അമ്പിയാക്കളെയോ, അള്ളാഹുവിന്റെ ഔലിയാക്കളെയോ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെയോ, ശുഹദാക്കളെയോ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് പകരമായി അവർ തേടിക്കഴിഞ്ഞാൽ ഈ നോമ്പ് നിഷ്ഫലമായി പോകും. കാരണം എന്താകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് എന്ന പാപം അല്ലാഹു ഒരിക്കലും തന്നെ പൊറുക്കുകയില്ല. മറ്റു പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പൊറുത്തു കൊടുത്തേക്കാം, പക്ഷേ ശിർക്ക് സംഭവിച്ചാൽ ഒരിക്കലും തന്നെ അത് പൊറുക്കുകയില്ല. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്തിരുന്നാലും, പകലന്തിയോളം നമസ്കാരവും നോമ്പും മറ്റു ദാനധർമ്മങ്ങളും നിർവഹിച്ച് രാത്രികാലങ്ങളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നാലും
അല്ലാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹുവിങ്കൽ യാതൊരു പ്രതിഫലവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചിടത്തോളം വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം അവർ കണക്കാക്കിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നാം കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് എപ്രകാരം വിശ്വസിക്കേണ്ടതുണ്ടോ അപ്രകാരം തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു മാലിന്യവും കലർന്നു പോകാൻ പാടുള്ളതല്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് പല ആളുകളും ചിന്തിക്കാറുണ്ട്, എത്രയെത്ര തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു, ഞാൻ എങ്ങനെ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവിലേക്ക് ഞാൻ എങ്ങനെ കൈകൾ ഉയർത്തും, അല്ലാഹുവിനോട് നേരിട്ട് പറയുന്നതിന് പകരം മറ്റാരോടെങ്കിലും പറഞ്ഞുകൊണ്ട് അവരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നതല്ലേ നല്ലത് എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. അല്ല സഹോദരന്മാരെ, അല്ലാഹു നമ്മയേറെ സ്നേഹിക്കുന്നു. നമ്മളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന കൈകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അവനത് ഏറെ ഇഷ്ടമുള്ളതാകുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു ആശയമാണ്. അല്ലാഹു വിളിച്ചു പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ് എൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഒരിക്കലും നിങ്ങൾ നിരാശരാവേണ്ടതില്ല. കാരണം എന്താകുന്നു? ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലെ വ്യഥകൾ ഞാൻ അറിയുന്നുണ്ട്, പ്രയാസങ്ങൾ അറിയുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഞാൻ എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. അതാണല്ലോ ഈ വിശുദ്ധ റമദാനിനെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അല്ലാഹുവിനോടുള്ള ദുആയെ സംബന്ധിച്ച് പറഞ്ഞത്, ആ ദുആ വളരെ ശക്തമായി നമ്മൾ ഉയർത്തുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹുവാണ് പറയുന്നത്, എന്താണ്? എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ ഏറെ സമീപസ്ഥനാകുന്നു, ഞാൻ ഏറ്റവും അടുത്തുള്ളവനാകുന്നു, ഞാൻ കുറെ ദൂരെയുള്ളവനല്ല, ഒന്നും കേൾക്കാത്തവനല്ല, എല്ലാം അറിയുന്നവനാകുന്നു ഞാൻ. ഇതാരാ പറയുന്നത്? നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറയുമ്പോൾ എന്തിനാണ് സഹോദരന്മാരെ അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ ദുആ ചെയ്യുന്നത്? അല്ലാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുന്നത്? അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം മുഹയ്യിദ്ദീൻ ശൈഖയെ എന്ന് എന്തിനു വിളിക്കുന്നു? അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നു. അതല്ല വിശ്വാസം. ആ വിശ്വാസം ശിർക്ക് കലർന്ന വിശ്വാസമാണ്. നാളെ അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന കാര്യം നാം കൃത്യമായും മനസ്സിലാക്കുക. കാരണം നമ്മുടെ അമലുകൾ അതുവഴി നിഷ്ഫലമായി പോകുന്നു. നമ്മൾ എത്ര ഇഖ്ലാസോട് കൂടിയാണ് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് പ്രാർത്ഥനയോടുകൂടി നോമ്പിൽ പ്രവേശിച്ച് പ്രാർത്ഥനയോടുകൂടി നോമ്പ് അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ ഭക്ഷണം കടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമല് ചെയ്ത് സംതൃപ്തനായി മടങ്ങുമ്പോൾ ആ അമൽ അല്ലാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മൾക്ക് പിഴവ് സംഭവിക്കുന്നത്? വിശ്വാസപരമായ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അത് കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്നുപോയ തെറ്റുകൾ അവൻ പുറത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ കഴിഞ്ഞ ജീവിതത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഇനി ഞാൻ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യില്ല,
അള്ളാഹു മാത്രമാണ് എൻ്റെ അവലംബം, അവൻ മാത്രമാണ് എൻ്റെ സഹായി, അവൻ മാത്രമാണ് എൻ്റെ വക്കീൽ, അവൻ മാത്രമാണ് എൻ്റെ നസീർ, അവനല്ലാത്തൊരു വക്കീലും ഒരു നസീറും എനിക്കില്ല എന്ന വിശ്വാസത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് തവക്കുലിന്റെ ബോധത്തോടുകൂടി ജീവിതത്തിലൂടെ സധൈര്യം മുമ്പോട്ട് പോവുക. എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റി നമുക്ക് മാറ്റിത്തരും. അതാര് പറയുന്നു? അല്ലാഹു പറയുന്നു. അല്ലാഹുവിലേക്ക് ഒരാൾ അടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് ഒരാൾ നടന്നെടുക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മിലേക്ക് ഓടി വരുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എന്നാകുന്നു. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സ്വഹാബിമാരോട് പറയുകയുണ്ടായി, ഹൗദുൽ കൗസറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാനായിരിക്കും അവിടെ ആദ്യം ചെല്ലുക. അവിടെ ചെല്ലുന്ന എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള, സമുദായത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, എനിക്കറിയാത്തവരും അറിയുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വരും. അവിടെ വരുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമാനത്തോടു കൂടി പറയും, ഇന്നഹും മിന്നി, അവരെല്ലാവരും എൻ്റെ ആളുകളാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറയുമ്പോൾ അവിടെ പറയപ്പെടുന്നു, ഫയുഖാലു, അവിടെ പറയപ്പെടുന്നു, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക, താങ്കൾക്ക് ശേഷം അവർ ഈ അവരുടെ മതത്തിൽ എന്തെല്ലാമാണ് കടത്തിക്കൂട്ടിയത് എന്നത് താങ്കൾക്കറിയില്ല. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? അത് എങ്ങനെയാണ് ദീൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദീൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് മാത്രമാണ്. റസൂലിന് ശേഷം ഒരാൾക്കും ദീനിയായ കാര്യം നിശ്ചയിക്കുവാൻ അധികാരമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മാത്രമാണ് ദീൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പ്രവാചകൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ മതത്തിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ബിദ്അത്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകൾക്ക് വല്ല കണക്കുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെല്ലാം ബിദ്അത്തുകൾ, ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ പുതപ്പ് മൂടലും അതുപോലെ അവിടെ വിളക്ക് കത്തിക്കലും, ഇങ്ങനെ തുടങ്ങിയുള്ള ശിർക്ക്പരമായ വിശ്വാസങ്ങൾ കലർന്നിട്ടുള്ള ബിദ്അത്തുകളും, അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ പേരിലുള്ള മൗലിദാഘോഷങ്ങൾ പോലും പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. കൃത്യമായും ഒരു കാര്യം മതത്തിൽ കടത്തിക്കൂട്ടിയ ബിദ്അത്താകുന്നു എന്ന് ബോധ്യം വന്നിട്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഇനി മറ്റൊരു കാര്യം നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര നല്ല കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. പരസ്പരം ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പുഞ്ചിരിച്ചാൽ പോലും അത് ധർമ്മമാകുന്നു എന്ന് പഠിപ്പിച്ചു. എന്തിനേറെ, സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ മഅറൂഫായ കാര്യങ്ങളും സദഖയാകുന്നു, അതെല്ലാം നല്ല കാര്യങ്ങളാകുന്നു, ധർമ്മമാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ എത്ര അമലുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കാം. പക്ഷേ ചെയ്തു പോകുന്ന അമലുകൾ നമ്മുടെ അക്കൗണ്ടിലല്ലാതെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയാതിരിക്കുക. എന്താ അമലുകളെ ബാത്തിലാക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ച ധർമ്മങ്ങൾ പോലും മറ്റുള്ളവരിലേക്ക്, ആ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു ആശയം, ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏ വിശ്വാസികളെ, നിങ്ങൾ ചെയ്തിട്ടുള്ള ധർമ്മങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. ബിൽ മന്നി വൽ അദാ, കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഞാൻ അത്ര ചെയ്തു, ഞാൻ അത്ര ചെയ്യുന്നവനാണ്, ഇങ്ങനെ ചെയ്യുന്നവനാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതെല്ലാം നിഷ്ഫലമാക്കി കളയും. വൽ അദാ, എന്തെങ്കിലും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മത്തെ, ആ ധർമ്മത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ധർമ്മത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി, അതോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാവും. എങ്ങനെ? ഞാനൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നെ കലാകാലം അവനെ കാണുമ്പോൾ പറയാം, ഞാൻ ചെയ്തു കൊടുത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയത്, ഇപ്പൊ അവൻ കണ്ടില്ലേ, നമ്മളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ പോലും അത് അസയാകുന്നു. അതായത് സദഖകളെ നിഷ്ഫലമാക്കി കളയുന്ന കർമ്മങ്ങളാകുന്നു, കാര്യങ്ങളാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല, നമുക്കറിയാമല്ലോ, നാവെന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം? നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാവ് നല്ലത് സംസാരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. നല്ലത് സംസാരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ, ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഈർഷ്യതയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നാവ് അടച്ചുപൂട്ടണം, വായ അടച്ചുപൂട്ടണം എന്ന്. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്ന് കൊള്ളട്ടെ. വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് അപ്രകാരമാകുന്നു എന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ അൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ്. സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ ദീനാർ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ദിർഹമും ദീനാറും ഇല്ലാത്തവനാകുന്നു, പൈസ ഇല്ലാത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പർ എന്നർത്ഥം. ഇങ്ങനെ പാപ്പരായി പോയ ആളെന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? സഹാബിമാർ ഉടനെ പറഞ്ഞു, പാപ്പരായി പോവാന്ന് പറഞ്ഞാൽ കയ്യിൽ ക്യാഷില്ല, സമ്പത്തുക്കളൊന്നുമില്ല, അങ്ങനെ മറ്റുള്ളവരോട് കൈ നീട്ടേണ്ടുന്ന ഗതി ഉണ്ടാവുക, ഇതാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലുള്ള, എന്റെ സമുദായത്തിലുള്ള മുഫ്ലിസ്, പാപ്പർ ആരാണെന്ന് ചോദിച്ചാൽ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിഹി വസിയാമിഹി, പരലോകത്ത് ഖിയാമത്ത് നാളില് അവന്റെ നമസ്കാരവുമായും അവന്റെ നോമ്പുമായും അവൻ കടന്നു വരും. വയഅതി ഖദ് ശതമ ഹാദാ, മാത്രല്ല നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ കാര്യമുണ്ട്, പക്ഷെ എന്താ, അവൻ ഇയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വഖദഫഹാദ, മറ്റാളെ സംബന്ധിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്, വാക്കലമാല, അതുപോലെ തന്നെ മറ്റൊരാളുടെ സമ്പത്ത് ഭക്ഷിച്ചിട്ടുണ്ട്, വസഫകദമഹാദ, മറ്റൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, വളറബഹാദ, ഇന്നയാളെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെയാണോ നമ്മൾ ചീത്ത പറഞ്ഞത്, ആരെ സംബന്ധിച്ചാണോ ആക്ഷേപം പറഞ്ഞത്, ആരെ സംബന്ധിച്ചാണോ തോന്നിവാസം പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ അമൽ അങ്ങോട്ട് എടുത്തു കൊടുക്കും. നോക്കൂ നിങ്ങൾ. മാത്രമല്ല മറ്റേ ആളുടെ അമല് നമുക്ക് ഇങ്ങോട്ട് എടുത്തു തരും. വലിയ ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത്. മാത്രമല്ല അവസാനം അയാളെടുത്ത് ഒന്നെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം എന്താ സംഭവിക്കുക, ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, അയാൾ നരകത്തിലേക്ക് അങ്ങോട്ട് എറിയപ്പെടുന്നു. നിസ്കാരം കൊണ്ട് കാര്യം ഉണ്ടായോ? ഇല്ല.
നോമ്പ് കൊണ്ട് കാര്യമുണ്ടായോ? ഇല്ല. സകാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ടും കാര്യമുണ്ടായോ? നമ്മളൊക്കെ വിചാരിക്കണം എന്താ, വർഷത്തിലൊരു അല്ലെങ്കിൽ ഇപ്പൊ ജീവിതത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ, ഒരു ഉംറ നിർവഹിച്ചാൽ, അതുപോലെ ആർക്കെങ്കിലും കുറച്ച് സഹായം ചെയ്താൽ, കുറെ നിസ്കാരം കൃത്യമായി 5 നേരം നിർവഹിച്ചു കഴിഞ്ഞാൽ, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒക്കെയായി എന്നാണ്. അങ്ങനെയല്ല. മറിച്ച് അതൊക്കെ ചെയ്യുന്നതോടുകൂടി ആ അമലുകളെയൊക്കെ നിഷ്ഫലമാക്കി കളയുന്നതാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് പുരാതികൾ പറയലും ആക്ഷേപങ്ങൾ പറയലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മാ കാന ലഹു മദ്ലിമത്തുൻ ലി അഖീഹി മിൻ അർളിഹി ഔ ഷൈഅൻ ഫല്യതഹല്ലൽഹു മിൻഹു അൽ-യൗം. നമ്മൾ ആരെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും ഒരു അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഉടനെ അവന്റെ അടുത്ത് പോയി തഹല്ലുലാവണമെന്ന, നമ്മൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ തഹല്ലുലാവുമല്ലോ, അതേ പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് അതുപോലെ അവിടെ പോയി അയാളിൽ നിന്ന് മോക്ഷം വാങ്ങണം എന്നർത്ഥം. അയാളോട് പറയണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ താങ്കളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഖബല അല്ലാ തകൂന ലഹു ദീനാറും വലാ ദിർഹമുൻ ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി. അയാൾ വല്ല ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത കാര്യം മറ്റേ ആൾക്ക് എടുത്തു കൊടുക്കും എന്നതാണ്. വഇല്ലം തകുൻ ലഹു ഹസനാത്തുൻ, അങ്ങനെ അയാൾക്കൊരു ധർമ്മവും അയാൾ ചെയ്തിട്ടില്ലെങ്കിലോ നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിലോ, ഉഖിദ മിൻ സയ്യിആതി സ്വാഹിബിഹി, ആ സഹോദരന്റെ സയ്യിആത്ത് ദോഷങ്ങൾ ഇയാൾക്ക് എടുത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, എൻ്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ, യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തി അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതങ്ങളുടെ അത്ര വരുന്ന ഹസനത്തുകളുമായി, എത്രമാത്രം ധർമ്മം, എത്രമാത്രം സൽക്കർമ്മങ്ങൾ, അതൊക്കെയായിട്ട് അവരോട് വരും. ഫയജ്അലുഹുല്ലാഹു ഹബാഅൻ മൻസൂറാ, അതിനൊക്കെ അള്ളാഹു ധൂളികളാക്കി മാറ്റും. അതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. എന്താ കാരണം? അപ്പൊ സഹാബത്ത് ചോദിച്ചു, മിൻഹും വനഹ്നു, അവരിൽ ഞങ്ങളും അങ്ങനെ ഇതിൽപ്പെട്ടുമോ? ആരാകുന്നു അവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു, വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ തൊലികളുള്ള ആളുകൾ തന്നെയാകുന്നു. നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നമസ്കരിക്കാറുണ്ട്. പക്ഷേ വലാകിന്നഹും, അവരാകട്ടെ, അഖ്വാമുൻ ഇദാ ഖല്ലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അതായത് ആ ഹറാമുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹറാമുകളിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് ഒന്നും തന്നെ ലഭ്യമാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക. ദീൻ എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിക്കളിയല്ല. പെട്ടെന്ന് ഒരു നിസ്കാരം, നോമ്പ്, സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല. നമ്മുടെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയാണ് നമുക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ചു പോയുള്ള അബദ്ധങ്ങളും പോരായ്മകളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله.